ഡിയർ സ്റ്റുഡൻസ്, മെട്രിസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ അവസാന ഭാഗത്ത് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സിന്റെ ഡെഫിനിഷനാണ് നമ്മൾ പറഞ്ഞത്. സപ്പോസ് എ ആൻഡ് ബി ആർ ടു സ്ക്വയർ മെട്രിക്സസ് സച്ച് ദാറ്റ് എ ബി ഈക്വൽ ടു ഐ ഈക്വൽ ടു ബി എ, then A is called inverse of B, otherwise B is called inverse of A എന്ന് പറഞ്ഞു. അതേപോലെ A into A inverse equal to I എന്നുള്ള റിസൾട്ട് നമ്മൾ പറഞ്ഞു. അതുകൂടാണ്ട് ഒരു മെട്രിക്സിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത് യുണീക്ക് ആയിരിക്കും. അതായത് ഒരു മെട്രിക്സിന് ഒരു ഇൻവേഴ്സേ ഉണ്ടാവും എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അതുപോലെ എ ബി ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻവേഴ്സുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. മെട്രിക്സിന്റെ ഇൻവേഴ്സ് എലമെന്ററി ഓപ്പറേഷൻ ഉപയോഗിച്ച് എങ്ങനെ കാണാം എന്നൊരു പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എലമെന്ററി ഓപ്പറേഷൻ, ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ മെട്രിക്സ്. ശ്രദ്ധിക്കുക, there are 6 operations, അല്ലെങ്കിൽ അതിന്റെ വേറൊരു പേര് ട്രാൻസ്ഫോർമേഷൻ ഓൺ എ മെട്രിക്സ്, 3 of which are due to rows and 3 due to columns, which are known as elementary operations or transformation. അതായത് 6 ഓപ്പറേഷൻ ആയിരുന്നത്, 3 എണ്ണം റോയിന് 3 എണ്ണം കോളത്തിന്. അതിന് വിളിക്കുന്ന പേരാണ് എലമെന്ററി ഓപ്പറേഷൻ എന്നുള്ളത്. പിന്നെ 6 ഓപ്പറേഷൻ ആയിരുന്നത് 3 എണ്ണം റോയിനാണ്, 3 എണ്ണം കോളത്തിന്. അത് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ഇനി ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. എലമെന്ററി ഓപ്പറേഷൻസ് ആണ് ഇതിനെ പറയല്. ഒന്നാമത്തെ നോക്കൂ, ദി ഇന്റർചേഞ്ച് ഓഫ് എനി 2 rows or 2 columns. Symbolically, the interchange of ith and jth row is denoted by Ri in വായിക്കൽ interchange Rj, and interchange of ith and jth column is denoted by Ci interchange Cj. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെട്രിക്സിന്റെ 2 റോസ് തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ 2 കോളംസ് തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യാം. ശ്രദ്ധിക്കുക, ഒന്നിക്ക് 2 റോ തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യാം, അല്ലെങ്കിലോ 2 കോളം തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യാം. 2 റോയും കോളം തമ്മിൽ പറ്റൂല. ഒന്നിക്കൽ 2 റോ തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ 2 കോളം തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യാം. ഇതാണ് ഒന്നാമത്തെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അത് ഓട്ടോമാറ്റിക്കലി റോ ചെയ്യുമ്പോൾ കോളത്തിനുമായി 2 എണ്ണമായി എന്ന് പറയുമ്പോൾ 2 എണ്ണാവും, കാരണം റോയിനും വരും കോളത്തിനും വരും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നോക്കാം. അപ്ലൈയിങ് R1 ഇന്റർചേഞ്ച് R2 to A equal to matrix 1 2 1 1 -1 2 3 1 5 6 7 we get. അതായത് ഈ മെട്രിക്സിൽ R1 ഇന്റർചേഞ്ച് R2 നടത്തിയാൽ എന്ത് കിട്ടും നോക്കാം നമുക്ക്. ഇതാണ് R1, ഇത് R2, ഇത് R3. R1 ഇന്റർചേഞ്ച് R2 എന്ന് പറഞ്ഞാൽ അർത്ഥം R1 R2 അങ്ങോട്ട് കൊണ്ട് മാറ്റാം. അപ്പൊ ഒന്നാമത്തെ റോയിന് വരെ എന്ത് വരും? രണ്ടാമത്തെ റോ എത്ര? -1 2 3 1. ഇനി രണ്ടാമത്തെ റോയിന് വരെ എന്ത് വരും? ഒന്നാമത്തെ റോ എത്ര? 1 2 1. ഇതോ 5 6 7. ഓക്കെ, സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. R1 ഇന്റർചേഞ്ച് R2 പറഞ്ഞാൽ ഒന്നാമത്തെ രണ്ടാമത്തെ റോ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. ഇങ്ങനെ വന്നു, ഒന്നാമത്തെ റോയിന് പകരം തോന്നുന്നു, രണ്ടാമത്തെ വന്നു, രണ്ടാമത്തെ പകരം ഒന്നാമത്തെ വന്നു. ഇതേപോലെ നമ്മൾ കോളും ചെയ്യാം, മനസ്സിലായില്ലേ? ഇതുപോലെ കോളും ചെയ്യാം. ഇവിടെ വേണമെങ്കിൽ C1 ഇന്റർചേഞ്ച് C2 എന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റും. C1 ഇന്റർചേഞ്ച് C2 ചെയ്താൽ എന്താ വരില്ല? ഒന്നാമത്തെ കോളം ഇത്, രണ്ടാമത്തെ കോളം. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. എന്ത് വരും? ഒന്നാമത്തെ കോളം 2√3 6 ആവും, രണ്ടാമത്തെ കോളം 1 -1 5 ആവും. അങ്ങനെ ചെയ്താൽ ഓക്കെ. അപ്പൊ ഒന്നാമത്തെ ഓപ്പറേഷൻ മനസ്സിലായല്ല? 2 റോ തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ 2 കോളം തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യാം. ഓക്കെ, അത് അടുത്തടുത്തില്ല തന്നെ വേണമെന്നൊന്നുമില്ല. ഇപ്പൊ ഒന്നാമത്തെ മൂന്നാമത്തെ റോ തമ്മിൽ വേണമെങ്കിൽ ചെയ്യാം, ഒന്നാമത്തെ മൂന്നാമത്തെ ചെയ്യാം. തിരിഞ്ഞല്ല, അടുത്തടുത്തില്ല 2 റോ വേണമെന്നൊന്നുമില്ല. അപ്പൊ 1 3 വേണമെങ്കിൽ ഇന്റർചേഞ്ച് ചെയ്യാം. അതുപോലെ ഒന്നാമത്തെ മൂന്നാമത്തെ കോളം തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യാം. ഓക്കെ, രണ്ടാമത്തത്, ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എലമെന്റ്സ് ഓഫ് എനി റോ ഓർ കോളം ബൈ എ നോൺ സീറോ നമ്പർ. അതായത് ഒരു മെട്രിക്സിലെ ഒരു റോയിലെ എല്ലാ എലമെന്റിനെയും, അല്ലെങ്കിൽ ഒരു കോളത്തിലെ എല്ലാ എലമെന്റിനെയും ഒരു നോൺ സീറോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ചേഞ്ച് ചെയ്യാം. Symbolically, the multiplication of each element of ith row by k, where k not equal to 0 is denoted by Ri implies Kri. The corresponding column operation is denoted by Ci implies Kci. അതായത് Ri എന്ന് പറഞ്ഞ റോയിന് എങ്ങനെ ചേഞ്ച് ചെയ്യാം? Kri ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ചേഞ്ച് ചെയ്യാം. അതാണ് ഈ രണ്ടാമത്തെ പ്രോപ്പർട്ടി പറഞ്ഞാൽ. Ri implies Kri എന്ന് മനസ്സിലായല്ലോ? ith റോയിന് k എന്നുള്ള ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് മൊത്തം ചേഞ്ച് ചെയ്യാം. ഒരു എക്സാമ്പിൾ നോക്ക്. For example, applying C3 implies 1/7 C3 to B equal to matrix 1 2 1 -1 2 3 1 we get. ഇതിൽ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ചെയ്യുന്നതായിരിക്കാം. C3 implies 1/7 C3 ചെയ്താൽ എന്ത് സംഭവിക്കും നോക്കാം. ഇതാണ് C3 പറഞ്ഞ മൂന്നാമത്തെ കോളം 1 1. അപ്പൊ C3 implies 1/7 C3. അപ്പൊ C3 എലമെന്റ്സിന് 1/7 കൊണ്ട് വിളിക്കണം. അപ്പോൾ എന്ത് വരും? 1 × 1/7 എത്ര? 1/7.
ഇതോ 1 into 1/7 എത്ര 1/7. മനസ്സിലായല്ലോ? ഇതൊരു ഉദാഹരണമാണ്, ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഇത് C3 implies 1/7 C3 ചെയ്താൽ ഇങ്ങനെ വരും. അതായത് ഒരു റോയിന് ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിലോ ഒരു കോളത്തിന് ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ചേഞ്ച് ചെയ്യാം. ശ്രദ്ധിക്കണം, ഒരു റോയിന് ചേഞ്ച് ചെയ്യാവുന്ന ആ റോയിലെ എല്ലാ എലിമെന്റിലും ആ മാറ്റം വരും. അതുപോലെ ഒരു കോളത്തിന് ചേഞ്ച് ചെയ്യാവുന്നല്ലോ, ആ കോളത്തിലെ എല്ലാ എലിമെന്റിനും ആ ഓപ്പറേഷൻ ബാധകമാകും. ഓക്കെ, പാറ്റേൺ പഠിച്ചു, ഇന്റർചേഞ്ച് ചെയ്യാം. രണ്ടാമത്തത് ഒരു റോയിനെ ഒരു കോളത്തിന് എന്ത് ചെയ്യാം, ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ചേഞ്ച് ചെയ്യാം. ഓക്കെ, മൂന്നാമത്തത് the addition to the elements of any row or column the corresponding elements of any other row or column multiplied by any non-zero number. Symbolically, the addition to the elements of ith row, comma the corresponding elements of jth row multiplied by k denoted by Ri implies Ri plus Krj. അതായത് മലയാളത്തിൽ പറഞ്ഞാൽ ഒരു റോയിന് വേറെ റോയിന്റെ മൾട്ടിപ്പിൾ കൊണ്ട് ആഡ് ചെയ്തുകൊണ്ട് ചേഞ്ച് ചെയ്യാം. മനസ്സിലായില്ല? ഒരു റോയിന് വേറെ റോയിന്റെ മൾട്ടിപ്പിൾ കൊണ്ട് ആഡ് ചെയ്തുകൊണ്ട് ചേഞ്ച് ചെയ്യാം. Ri implies എത്ര? Ri implies Ri plus Krj. Krj എന്ന് അനന്തർ റോ, അനന്തർ Ri ഒരു റോ, വേറെ റോ എന്ന് Rj, അതിന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് Krj. അപ്പൊ Riനെ എങ്ങനെ ചേഞ്ച് ചെയ്തു? Ri plus Krj. മനസ്സിലായില്ല? എന്ത് ചെയ്തു? ആ റോയിന് വേറെ റോയിന്റെ മൾട്ടിപ്പിൾ കൊണ്ട് ആഡ് ചെയ്തു. അതായത് മനസ്സിലായില്ല, ഈ റോ Ri, വേറെ റോ Rj, അതിന്റെ മൾട്ടിപ്പിളോ Krj, അതിനോട് ആഡ് ചെയ്തുകൊണ്ട് ചേഞ്ച് ചെയ്തു. മനസ്സിലായില്ല? അത് നോക്കിയാൽ മതി. Ri implies Ri plus Krj. അതേപോലെ എങ്ങനെ ചേഞ്ച് ചെയ്യാം? C1 implies Ci implies എങ്ങനെ ചേഞ്ച് ചെയ്യാം? Ci plus Kcj. ഒരു കോളത്തിന് വേറൊരു കോളത്തിന്റെ മൾട്ടിപ്പിൾ കൊണ്ട് ആഡ് ചെയ്തുകൊണ്ട് ചേഞ്ച് ചെയ്യാം. മനസ്സിലായില്ല? അതായത് the addition to the elements of any row or column the corresponding elements of any other row or column multiplied by a non-zero number. അതതിന്റെ അർത്ഥം മനസ്സിലായത്, ഒരു റോയിന് വേറെ റോയിന്റെ മൾട്ടിപ്പിൾ കൊണ്ട് ആഡ് ചെയ്തുകൊണ്ട് ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഒരു കോളത്തിന് വേറെ കോളത്തിന്റെ മൾട്ടിപ്പിൾ കൊണ്ട് ആഡ് ചെയ്തുകൊണ്ട് ചേഞ്ച് ചെയ്യാം. ഇപ്പൊ ഒരു ഉദാഹരണം ശ്രദ്ധിക്കാം. ഫോർ എക്സാമ്പിൾ, അപ്ലൈയിങ് R2 implies R2 minus 2R1 to C equal to matrix 1 2 2 minus 1. അതായത് ഇത് C എന്ന് പറഞ്ഞ മെട്രിക്സ് 1 2 2 minus 1 ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഒരു എയിം കൊടുക്കുന്ന ഈ രണ്ടിനെ പൂജ്യമാക്കണം, ഈ രണ്ടിനെ പൂജ്യമാക്കണം. അപ്പൊ ഇത് R1 ഇത് R2, ഈ രണ്ടിനെ പൂജ്യമാക്കണം. നമുക്ക് ഇങ്ങോട്ട് ഒരു ഓപ്പറേഷൻ, ഇത് രണ്ട് ഇതൊന്നല്ലേ, ഇപ്പൊ നമുക്കറിയാം 2 മൈനസ് 2 അല്ലേ പൂജ്യാവല്. അപ്പൊ ഇങ്ങനെ ചെയ്താൽ R2 implies R2 minus 2R1. അങ്ങനെ ചെയ്താൽ എന്താവും? ഇത് 2 minus 2 0 ആവില്ലേ? 0. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. കണ്ടോ? അപ്ലൈങ് R2 implies R2 minus 2R1 ചെയ്ത് എന്തായിട്ട് നോക്കിയിട്ട് എന്ത് വരും? ഇത് R2 പറഞ്ഞാൽ ഇതാണ് ഈ റോ കംപ്ലീറ്റ്, ഇത് R1. അപ്പൊ R2 പറഞ്ഞ 2 മൈനസ് എന്ത് വരും? 2 into R1 1. അപ്പൊ 2 minus 2 എത്ര? 0. ഇനി ഇതോ എന്ത് വരും? ഇവിടെ R2 പറഞ്ഞാൽ അടുത്ത രണ്ടാമത്തെ എലമെന്റ് -1. അപ്പൊ എന്ത് വരും? -1 എന്ത് വരും? -2 into 2. മനസ്സിലായില്ലേ? ഇപ്പൊ എത്ര? -1 -4 എത്ര? -5. മനസ്സിലായില്ലേ? R2 minus 2R1 R2 പറഞ്ഞ -1 -2 into R1 എന്ന് പറഞ്ഞാൽ 2. ഇവിടെ -1 -2 into 2 -1 -4 -5. ഓക്കെ, ഇതുപോലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. അതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അന്നേരം ഒരു എയിം ഉണ്ട്, ആ എയിം വെച്ച് നമുക്ക് പറയാം. അപ്പൊ ഇത് മൂന്നുമാണ് മെട്രിക്സിന്റെ പോസിബിൾ ആയ ഓപ്പറേഷൻ. ഒന്ന് ഇന്റർചേഞ്ച് ചെയ്യുക, രണ്ട് റോ തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ രണ്ട് കോളം തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യുക. രണ്ടാമത്തെയോ ഒരു റോയിനെയോ ഒരു കോളത്തിനെയോ ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ചേഞ്ച് ചെയ്യാം. അതാണ് Ri implies Kri, അല്ലെങ്കിൽ Ci implies Kce. ഇനി മൂന്നാമത്തേതോ ഒരു റോയിനെ വേറെ റോയിന്റെ മൾട്ടിപ്പിൾ കൊണ്ട് ആഡ് ചെയ്തുകൊണ്ട് ചേഞ്ച് ചെയ്യാം. എന്നല്ല പറഞ്ഞാൽ Ri implies എത്ര? Ri plus Krj, അല്ലെങ്കിൽ Ci implies എത്ര? Ci plus Kcj. ഓക്കെ, ഇത് നോക്കിയേ, ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് ബൈ എലമെന്ററി ഓപ്പറേഷൻ. ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് എലമെന്ററി ഓപ്പറേഷൻ ഉപയോഗിച്ച് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പൊ അതിന് മുമ്പ് ചെറിയൊരു കാര്യം അറിയാനുണ്ട്. നോക്കിക്കോ, let x, a and b are matrices of the same order such that x equal to ab. In order to apply a sequence of elementary row operation on the matrix equation x equal to ab, we will apply these row operations simultaneously on x and on the first matrix of a of the product ab on RHS. അതായത് ഞാൻ മലയാളത്തിൽ പറഞ്ഞൊരു കാര്യം, x equal to ab ഒരു മെട്രിക്സ് ഇക്വേഷൻ ആണെന്ന് വിചാരിക്കാം. ഇതില് എക്സ് എന്ന് പറഞ്ഞ മെട്രിക്സിൽ എലമെന്ററി റോ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ RHSനെ ഫസ്റ്റ് മെട്രിക്സിലാണ് ആ റോ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യേണ്ടത്. ഒരു ഇക്വേഷൻ ആണ്. അപ്പൊ ഇക്വേഷൻ നമ്മൾ റോ ഓപ്പറേഷൻ അപ്ലൈ ചെയ്ത് വിചാരിക്കാം. നമ്മൾ നേരത്തെ ഒരു സിംഗിൾ മെട്രിക്സിനെയാണ് കാണിച്ചത്. എക്സ് ഈക്വൽ ടു എ ബി എന്ന് പറഞ്ഞ മെട്രിക്സിൽ
എക്സിന് നമ്മൾ റോ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഇതിന്റെ റൈറ്റ് സൈഡിൽ എ ബി ഉണ്ട്. അപ്പൊ ഈ റോ ഓപ്പറേഷൻ ഇവിടെ എക്സിന് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? അതിന് കണക്കായിട്ട് എടുത്ത ഫസ്റ്റ് മെട്രിക്സിനാണ് റോ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുന്നത്. എക്സ് ഈക്വൽ ടു എ ബിയിൽ ഫസ്റ്റ് മെട്രിക്സ് ചെയ്ത് എ അല്ലേ, അപ്പൊ എ ചെയ്യണം. മനസ്സിലായല്ലോ? അപ്പൊ റോ ഓപ്പറേഷൻ ഒരു മെട്രിക്സ് ഇക്വേഷൻ ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ എക്സിന് ചെയ്യുമ്പോൾ ആ റോ ഓപ്പറേഷൻ ലെഫ്റ്റ് സൈഡ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡ് ചെയ്യുമ്പോൾ എവിടെ ചെയ്യേണ്ടത്? ഫസ്റ്റ് മെട്രിക്സിന് എക്സ് ഈക്വൽ ടു എ ബിയിൽ. അതേപോലെ നോക്ക് രണ്ടാമത്തെ. സിമിലർലി, in order to apply a sequence of elementary Cauchy operation on the matrix equation x equal to ab, we will apply these operations simultaneously on x and on the second matrix b of the products ab on RHS. അതായത് x equal to ab എന്ന് പറഞ്ഞ ഒരു മെട്രിക്സ് ഇക്വേഷൻ, ഈ എക്സിന് നമ്മൾ കോള ഓപ്പറേഷൻ ചെയ്യുന്നെങ്കിൽ അതിനെ കറസ്പോണ്ടിങ് ആയിട്ട് കോള ഓപ്പറേഷൻ ഈ RHS ചെയ്യേണ്ടത് സെക്കൻഡ് മെട്രിക്സിനെയാണ് എന്ന് പറഞ്ഞാൽ ഇത് ബിയിലാണ് ചെയ്യേണ്ടത്. ഓക്കെ, എക്സ് ഈക്വൽ ടു എ ബി ആണെങ്കിൽ ഇവിടെ എക്സിന് നമ്മൾ കോള ഓപ്പറേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ചെയ്യേണ്ടത്? എ ബിയിൽ ബി ആണ് സെക്കൻഡ് മെട്രിക്സിലാണ് ആ കോള ഓപ്പറേഷൻ നമ്മൾ ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ല? അപ്പം എക്സ് ഈക്വൽ ടു എ ബിയിൽ റോ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എക്സിന് റോ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അത് ചെയ്യേണ്ടതാ ഇതിന്റെ റൈറ്റ് സൈഡിൽ ഫസ്റ്റ് മെട്രിക്സിനാണ് റോ ഓപ്പറേഷൻ ചെയ്യേണ്ടത്. അതുപോലെ എക്സ് ഈക്വൽ ടു എ ബി ഈ എക്സിന് കോള ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എ ബിയിൽ സെക്കൻഡ് മെട്രിക്സിനാണ് കോള ഓപ്പറേഷൻ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഈ കൺസെപ്റ്റ് വെച്ചിട്ട് എങ്ങനെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാമെന്ന് ഇനി പറയാൻ പോകുന്നത്. അതാണ് നമുക്ക് വേണ്ട തിയറി. ഇതൊന്ന് മനസ്സിലാക്കിയാൽ മതി. അടുത്ത തിയറി ഇതാണ് ഇനി പറയുന്നതാണ്. നോക്കാം, ഇതാണ് ഒരു തിയറി. ഇവിടെ നോക്കിയാൽ മതി. ടു ഫൈൻഡ് എ ഇൻവേഴ്സ് യൂസിങ് എലിമെന്ററി റോ ഓപ്പറേഷൻ, ഫസ്റ്റ് റൈറ്റ് എ ഈക്വൽ ടു ഐ ഇൻറ്റു എ. അതായത് റോ ഓപ്പറേഷൻ ഉപയോഗിച്ചിട്ട് എലിമെന്ററി റോ ഓപ്പറേഷൻ ഉപയോഗിച്ചിട്ട് ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് റൈറ്റ് എ ഈക്വൽ ടു ഐ ഇൻറ്റു എന്ന് എഴുതാം. എ ഈക്വൽ ടു ഐ ഇൻറ്റു എന്ന് എഴുതാൻ നേരത്തെ പഠിച്ചുവല്ല. ഇനി എങ്ങനെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാണ്ടോ? ആൻഡ് അപ്ലൈ എ സീക്വൻസ് ഓഫ് റോ ഓപ്പറേഷൻ ഓൺ എ ഈക്വൽ ടു ഐ എ ടിൽ വി ഗെറ്റ് ഐ ഈക്വൽ ടു ബി എ. ദെൻ മെട്രിക്സ് ബി വിൽ ബി ദ ഇൻവേഴ്സ് ഓഫ് എ. മലയാളത്തിൽ പറഞ്ഞുതരാം. എ ഈക്വൽ ടു ഐ എ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ടോ എയിൽ നമ്മൾ റോ ഓപ്പറേഷൻസ് ചെയ്യാം. എയിൽ റോ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എവിടെ ചെയ്യേണ്ടത്? ഇപ്പുറത്ത് ഐയിലാണ് ചെയ്യേണ്ടത്. എന്തുകൊണ്ട്? നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് മെട്രിക്സിലാണ് ചെയ്യേണ്ടത്. എ ഈക്വൽ ടു ഐ എന്ന് എന്തുകൊണ്ട് എഴുതി? പ്രോപ്പർട്ടിയാണ്, മെട്രിക്സിന്റെ പ്രോപ്പർട്ടിയാണ്. ഏത് സ്ക്വയർ മെട്രിക്സിന് എന്ത് ചെയ്താ? എ ഈക്വൽ ടു ഐ ഇൻറ്റു എ. ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ സെയിം ആസ് എ. അപ്പം എയിൽ റോ ഓപ്പറേഷൻ ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഐയിലും ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യും? ഈ എയിൽ നമ്മൾ ഐ ആക്കി മാറ്റാം. റോ ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് ഐ ആക്കി മാറ്റാം. എ ഐ ആക്കി മാറുമ്പോൾ ഈ ഐ ഒരു മെട്രിക്സ്, ഈ ഐ എന്ന് പറഞ്ഞ മെട്രിക്സ് ഓട്ടോമാറ്റിക്കലി മാറും. അതിന് നമ്മൾ ബിയിൽ പേര് കൊടുത്തു. അപ്പൊ എന്ത് കിട്ടി? ഐ ഈക്വൽ ടു ബി എന്ന് കിട്ടി. ഐ ഈക്വൽ ടു ബി എന്ന് കിട്ടിയെന്ന് പറയാ ഈ ബിയിലെ മെട്രിക്സ് ആയിരിക്കും ഏത്? ഇൻവേഴ്സ്. മനസ്സിലായല്ലോ? എന്നോട് പറയാം. എ ഈക്വൽ ടു ഐ എന്ന് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ടോ ലെഫ്റ്റ് സൈഡിലെ എയിൽ റോ ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് ഐ ആക്കി മാറ്റാം. അപ്പൊ ആ മാറ്റുന്ന ആ ഓപ്പറേഷൻസ് ലേണിംഗ് ചെയ്യണം. റൈറ്റ് സൈഡിൽ ഐയിലും ചെയ്യണം. അപ്പൊ എ ഐ ആകുമ്പോൾ റൈറ്റ് സൈഡിൽ ഐ വേറൊരു മെട്രിക്സ് ആയിട്ട് മാറും. വേറൊരു മെട്രിക്സ് ഇൻറ്റു എ, അതാണ് ബി. അങ്ങനെയാകുമ്പോൾ എന്തായിരിക്കും? ആ ബി എൽ ഇൻവേഴ്സ്. കാരണം ബി എ ഈക്വൽ ടു ഐ. ബി എ ഈക്വൽ ടു ഐ എന്ന് പറയുമ്പോൾ ബിയിലെ ഐന്റെ ഇൻവേഴ്സ് എന്ന് പറയില്ലേ? ഇവിടുന്ന് ബൈ ഡെഫിനിഷൻ ഓഫ് എ. ഓക്കെ, ഇനിയോ കോൾ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അതേ സാധനം കോളത്തിൽ കണ്ടോ? ഇഫ് യു വിഷ് ടു ഫൈൻഡ് എ ഇൻവേഴ്സ് യൂസിങ് കോൾ ഓപ്പറേഷൻ, then write a equal to ai and apply a sequence of column operations on a equal to ai till we get i equal to ab. മനസ്സിലായല്ല? അപ്പൊ കോൾ ഓപ്പറേഷൻ ആണെങ്കിലോ a equal to a എന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ടോ എയിൽ കോൾ ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് ഈ ലെഫ്റ്റ് സൈഡിൽ എയിന് ഐ ആക്കി മാറ്റാം. അപ്പൊ ആ ചെയ്യുന്നതിലാണ് ചെയ്യണം. ഇവിടെ സെക്കൻഡ് എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞുള്ള തിയറിയിൽ ഇതിൽ ചെയ്യാം. അപ്പൊ എന്താവും? ഇപ്പുറത്തെ ഐ ഇത് ഏതുപോലെ കിട്ടും? ഐ ഈക്വൽ ടു അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എ ഇൻറ്റു അനദർ മെട്രിക്സ് ബി എന്ന് കിട്ടും. അങ്ങനെ ബിന്ന് എന്ത് പറയും? എന്റെ ഇൻവേഴ്സ് എന്ന് പറയാം. തിരിഞ്ഞല്ലോ? അപ്പം റോ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതാ എ ഈക്വൽ ടു ഐ എന്നാണ്. കോൾ ഓപ്പറേഷൻ നമ്മൾ എന്ന് സ്റ്റാർട്ട് ചെയ്യണം എ ഈക്വൽ ടു എ ആയി. തിരിഞ്ഞല്ലോ? ഇനി ഇവിടെ ഓരോ കാര്യം കൂടെ പറഞ്ഞു നോക്ക്. റിമാർക്ക്: ഇൻ കേസ് ആഫ്റ്റർ അപ്ലൈയിങ് വൺ ഓർ മോർ എലിമെന്ററി റോ ഓർ കോളം ഓപ്പറേഷൻസ് ഓൺ എ ഈക്വൽ ടു ഐ എ or a equal to a, if you obtain all zeros in one or more rows of the matrix of the LHS, then A inverse does not exist. അതായത് ഒന്നോ രണ്ടോ റോ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു ഓപ്പറേഷൻ ഒന്നോ രണ്ടോ റോ എന്തോ ആയിക്കോട്ടെ ചെയ്യുന്ന സമയത്ത് ഒരു മെട്രിക്സില് റോയിലെ എല്ലാ എലിമെന്റും 0 ആയി പോയാൽ അങ്ങനെയാകുമ്പോൾ മെട്രിക്സിന് എന്തില്ല? ഇൻവേഴ്സ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അതിന് ഇൻവേഴ്സ് അന്നേരം അവിടെ എക്സിസ്റ്റ് ആവില്ല, ഇൻവേഴ്സ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് റോയിലെ കോളത്തിലെ എല്ലാ എലിമെന്റും 0 ആയി കഴിഞ്ഞാൽ അതിന്റെ ഇൻവേഴ്സ് അവിടെ എക്സിസ്റ്റ് അല്ല. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ തിയറിയിൽ പറയുന്നത്. അപ്പൊ എനിക്ക് നിങ്ങൾക്ക് 2-3 കാര്യങ്ങളും കൂടെ അധികം പറയാനുള്ളത്. നമുക്ക് ഈ ഒരു ടോപ്പിക്, ഈ ഒരു ഭാഗം ശരിക്ക്
നമുക്ക് ഡിറ്റർമിനൻസിന്റെ ഒരു പാഠം കൂടെ എടുത്തിട്ട് ലാസ്റ്റ് പറയുകയാണെങ്കിൽ ഇത് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് വരും ചില കാര്യങ്ങൾ. എന്തുകൊണ്ട് വെച്ചാൽ നമുക്ക് ഇൻവേഴ്സിന്റെ കൺസെപ്റ്റ് ഡിറ്റർമിനന്റ് ഉപയോഗിച്ച് നമുക്ക് വേറെ രീതിയിലും കണ്ടുപിടിക്കാനുണ്ട്. പിന്നെ ആൻസർ വെരിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരുപാട് മെത്തേഡ് ഉണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ ഇപ്പം പറഞ്ഞു ഒരു മെട്രിക്സിന് ഇൻവേഴ്സ് ഇല്ല എന്ന് മനസ്സിലാക്കാൻ. ഇപ്പം ഒരു റോയിലെ എല്ലാ എലമെന്റും 0 ആയാൽ ഇൻവേഴ്സ് ഇല്ല പറഞ്ഞു. അത് നമ്മൾ ഡിറ്റർമിനന്റ് പഠിച്ചാൽ വേഗം കിട്ടും. ഡിറ്റർമിനന്റ് 0 ആയാലും മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 0 ആയാലും ഇനി ഇൻവേഴ്സ് ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ പരീക്ഷയ്ക്ക് വരുന്ന സമയത്ത് ഈ 2 പാഠം പഠിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മളിപ്പം ആ സിലബസ് ഓർഡറിൽ എടുത്തുന്നേ ഉള്ളൂ. ഇനി ചില ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഡിറ്റർമിനന്റ് കൂടെ എടുക്കുമ്പോൾ നമുക്ക് അവർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇപ്പൊ നമുക്ക് ആ തിയറി വെച്ചിട്ട് തന്നെ പോവാം. ഓക്കെ, പിന്നെ ചെയ്യേണ്ടത് എലമെന്ററി റോ ഓപ്പറേഷൻ, എലമെന്ററി കോളം ഓപ്പറേഷൻ. ഇപ്പൊ ഇൻവേഴ്സ് മെട്രിക്സിന് ഇൻവേഴ്സ് എലമെന്ററി ഓപ്പറേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഒന്നുകിൽ റോ ഓപ്പറേഷൻ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കോളം ഓപ്പറേഷൻ. രണ്ടും കൂടെ ഒരേ സമയത്ത് ചെയ്യാൻ പാടില്ല. മനസ്സിലായല്ലോ? ഒന്നുകിൽ എലമെന്ററി റോ ഓപ്പറേഷൻ ചെയ്യാം, അല്ലെങ്കിൽ എലമെന്ററി കോളം ഓപ്പറേഷൻ ചെയ്യാം. പിന്നെ നമുക്ക് പരീക്ഷയ്ക്ക് മിക്കവാറും സ്പെസിഫിക് ആയിട്ട് പറയും. അപ്പം ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാവില്ല, ഫൈൻഡ് ദി ഇൻവേഴ്സ് ഓഫ് ദ മെട്രിക്സ് യൂസിങ് എലമെന്ററി ഓപ്പറേഷൻ. ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിക്കോ, ഫൈൻഡ് ദി ഇൻവേഴ്സ് ഓഫ് ദ മെട്രിക്സ് 2 - 6 1 - 2 യൂസിങ് എലമെന്ററി റോ ഓപ്പറേഷൻ. ഇവിടെ നോക്കി, ഇവിടെ എലമെന്ററി റോ ഓപ്പറേഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. എലമെന്ററി റോ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, റോ ഓപ്പറേഷൻ ഉപയോഗിച്ചുള്ളൂ. ഇനി ചിലപ്പോൾ ഇവിടെ എലമെന്ററി ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞു വിചാരിക്കാം. സാധാരണ നമ്മൾ റോ ചെയ്താൽ മതി, കോളം ചെയ്യണ്ട. റോ ചെയ്താൽ മതി, കോളം ചെയ്യാം നേരം തിരിഞ്ഞല്ലോ. പക്ഷെ രണ്ടും ചെയ്തുകൂടാ. ഈ മെട്രിക്സ് നമ്മൾ ഇതിലേക്ക് മാറ്റുമ്പോൾ ഇൻവേഴ്സ് ഈ എ ഈക്വൽ ടു ഐ എന്ന് ഐക്ക് മാറ്റുമ്പോൾ റോയും കോളും ഒരേ സമയത്ത് ചെയ്യാൻ പാടില്ല. അതിന്റെ കാരണം നിങ്ങൾക്ക് അറിയാലോ. കാരണം നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. റോ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ പിന്നെ ഇവിടെ എയിൽ ചെയ്യുന്നതല്ലേ എവിടെ ചെയ്യുന്നത്, ഈ RHS ഫസ്റ്റ് മെട്രിക്സിലാണ് ചെയ്യുന്നത്. കോൾ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഇവിടെ ഫസ്റ്റ് പിന്നെ എയിൽ ചെയ്യുന്നല്ലോ സെക്കൻഡ് മെട്രിക്സിലാണ് ചെയ്യുന്നത്. തിരിഞ്ഞല്ലോ. അപ്പൊ രണ്ട് ചെയ്യുമ്പോൾ രണ്ടിനും വരെ മാറ്റം വരും. അപ്പൊ അത് നമ്മൾ ഉദ്ദേശിച്ച ഫലത്തിലേക്ക് എത്തൂല. അതുകൊണ്ട് അങ്ങനെ പറയാനുള്ള കാരണം. തിരിഞ്ഞല്ലോ. അപ്പം ഒന്നിക്ക് എലമെന്ററി റോ ഓപ്പറേഷൻ മാത്രം, അല്ലെങ്കിൽ എലമെന്ററി കോൾ ഓപ്പറേഷൻ മാത്രം. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമുക്ക് തുടങ്ങാം. വളരെ ശ്രദ്ധിച്ചിട്ട് എല്ലാവരും നോക്കണം. ഇതിന്റെ കൺസെപ്റ്റ് വളരെ സിമ്പിൾ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിന്റെ ക്രിയകളെല്ലാം ഞാൻ സൈഡ് ചെയ്തിട്ടുണ്ട്. നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മെട്രിക്സ് 2 - 6 1 - 2 എലമെന്ററി റോ ഓപ്പറേഷൻ ഉപയോഗിച്ചിട്ട് ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. അപ്പൊ തിയറിയിൽ പറഞ്ഞു എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, A = I × A സ്റ്റാർട്ട് ചെയ്തു. A = I × A. ദാറ്റ് ഈസ് എന്റെ വില കൊടുത്തു. മെട്രിക്സ് 2 - 6 1 - 2 ഈക്വൽ I ന്റെ വില മെട്രിക്സ് 1 0 0 1 × A. എങ്ങനെ എഴുതിയാൽ മതി. കാരണം എന്തുകൊണ്ട്, ആ എയിൽ നമുക്ക് ഇനി മാറ്റമൊന്നും വരുത്താനില്ല. നമ്മൾ എന്താ മാറ്റം വരുത്തുന്നത്, ഇവിടെ ഈ ഫസ്റ്റ് LHSലെ എനെ I ആക്കി മാറ്റണം. ആ മാറ്റം ചെയ്യുന്ന റോ ഓപ്പറേഷനിൽ എവിടെ ചെയ്യേണ്ടത്, ഇതിലെ ഫസ്റ്റ് മെട്രിക്സ് ഐയിലാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഈ രണ്ട് എഴുതുന്നുണ്ട്, ഇത് അങ്ങനെ നിന്നാൽ മതി. ഓക്കെ, ഇനി നമ്മൾ എയിം വന്ന് ഈ A എന്ന് പറഞ്ഞ മെട്രിക്സിനെ I ആക്കി മാറ്റണം. അപ്പൊ അതിനൊരു ഓർഡർ ഉണ്ട്. ആ ഓർഡർ ശ്രദ്ധിച്ചോ. ഇത് I ആക്കി മാറ്റണം. ഇതാണ് ഓർഡർ. ഇവിടെ നോക്കി സൈഡ് ഇതാ ഇങ്ങനെ ആക്കേണ്ടതാ. ഞാൻ എയറോട്ട് നോക്കി ഇതേ ഓർഡറിലാക്കേണ്ടത്. ആദ്യം ഒന്നാമത്തെ എലമെന്റിനെ 1 ആക്കാം. പിന്നെ ഇത് 0 ആക്കാം, ഇത് 1 ആക്കാം, ഇത് 0 ആക്കാം. അതങ്ങനെ എയറോട്ട് ഇത് മനസ്സിലായില്ലേ. അതായത് ഈ A എന്ന് പറഞ്ഞ മെട്രിക്സിനെ എങ്ങനെ I ആക്കി മാറ്റാം. അപ്പൊ ഫസ്റ്റ് ഈ എലമെന്റ് A11 പൊസിഷൻ എലമെന്റ് 1, ദെൻ ഇത് A21 ഈ പൊസിഷൻ 0, ദെൻ ഇത് 1, ഇത് 0. ഇതാണ് ഓർഡർ ചെയ്താൽ എയറോ നോക്കിയാൽ മതി. 1 0 1 0 ഈ ഓർഡറിൽ. മനസ്സിലായില്ലേ. 1 0 1 0 ഈ ഓർഡറിലാണ് ആക്കേണ്ടത്. അപ്പൊ നമുക്ക് ചെയ്തു തുടങ്ങാം. നോക്കാം. ഒന്നാമത്തെ മെട്രിക്സ് എടുത്തു നോക്കാം. അപ്പൊ എന്ത് ചെയ്യണം, 2 - 6 1 - 2 ഫസ്റ്റ് ഈ എലമെന്റ് 1 ആക്കി മാറ്റണം. ഈ 2നെ 1 ആക്കി മാറ്റണം. റോ ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് അല്ലെ, റോ ഓപ്പറേഷൻ ചെയ്തുകൊണ്ട്. അപ്പൊ എന്ത് ചെയ്യാൻ നോക്കൂ, ഏറ്റവും എളുപ്പത്തിൽ പിന്നെ കണക്കാണ് ഞാൻ ചെയ്യുന്നത് നോക്കൂ. അപ്പൊ ഞാനിവിടെ ചെയ്തെന്ന് പറയാം, R1 ഇന്റർചേഞ്ച് R2, R1 R2 അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യാം. ഓക്കെ, സിമ്പിൾ ആണ്. അപ്പൊ എന്ത് ചെയ്യും, അങ്ങോട്ടോട്ട് മാറുമ്പോൾ എന്ത് വരും, ഫസ്റ്റ് റോ എന്തായിട്ട് പറയും 1 - 2, സെക്കൻഡ് റോ 2 - 6. ഓക്കെ, നേരത്തെ പറഞ്ഞു ഈ ഫസ്റ്റ് മെട്രിക്സ് ചെയ്യുന്നല്ലോ, ഇപ്പുറത്തും ചെയ്യണ്ടേ. അപ്പൊ ഇതെന്തായി, ഫസ്റ്റ് റോ 0 1, പിന്നെ സെക്കൻഡ് റോ 1 0. തിരിഞ്ഞല്ല. അപ്പൊ ഇവിടെ ഞാൻ ചെയ്തെന്ന് മനസ്സിലായില്ല. R1 R2 ഇന്റർചേഞ്ച് ചെയ്തു. അപ്പൊ ചില കുട്ടിക്ക് സംശയം വരും, പക്ഷെ ഇത് ഇങ്ങനെ ചെയ്യുന്നുണ്ടോ? ഇല്ല, നിങ്ങൾ ഏത് രീതി ചെയ്താലും ഇത് ഉത്തരം കിട്ടും. ഞാൻ തന്നെ വേറെ 2 രീതി പറഞ്ഞുതരാം. വേണമെങ്കിൽ ഇത് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെ, R1 implies R1 - R2 വേണം ചെയ്യാം. മനസ്സിലായില്ലേ. R1 implies R1 - R2 ചെയ്താലും ഇത് 2 - 1 1 ആവും. ഇനി ഒന്നും കിട്ടുന്നില്ലെങ്കിൽ ഇത് 2 ഇത് -6 അല്ലേ, ഇതിനെ 1 ആക്കണം. എന്താ ചെയ്യേണ്ടത്, R1 implies 1/2 R1. തിരിഞ്ഞല്ല. ഈ ഏത് രീതി ചെയ്താലും നിങ്ങൾക്ക് ഈ കണക്കിന്റെ ഉത്തരം ഒരു ഉത്തരേ കിട്ടൂ. വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. കുറച്ചുകൂടി മാത്സ് താല്പര്യമുള്ള ഒന്നുകൂടി ചെയ്തത് ഏറ്റവും നല്ലത്. അപ്പൊ ഇത് ഈ സ്റ്റെപ്പായി 1 - 2 2 - 6 = 0 1 1 0 × A. ഇനി നോക്കി, ഇത് 1 ആയി. ഇനി താഴത്തെ 0 ആക്കണം. ഈ 2 0 ആക്കണം. ഈ 2 0 ആക്കാൻ എന്ത് ചെയ്യും നോക്കി. അപ്പൊ നേരത്തെ പറഞ്ഞ R2 implies R2 - 2 R1.
2 മൈനസ് 2 അല്ലേ 0. R2 ഇംപ്ലൈസ് R2 മൈനസ് 2R1. അപ്പൊ അത് ചെയ്യുമ്പോൾ എന്ത് വരും നോക്കാലോ. അപ്പൊ R2 മാറുന്നില്ല, R1 മാറുന്നില്ല, R1 1 മൈനസ് 2. ഇവിടെ R1 തന്നെ 0 1. R2 എങ്ങനെ മാറുക, എങ്ങനെ മാറും? R2 മൈനസ് 2R1. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സൈഡ് ചെയ്യുന്നതാ. അപ്പൊ R2 പറഞ്ഞാൽ 2 മൈനസ് എന്ത് വരും? 2 into 1 എത്ര? 2 മൈനസ് 2 0. ഇതോ ഇവിടെ എന്ത് വരും? R2 മൈനസ് 6 മൈനസ് 2 into മൈനസ് 2. ഈ ഡോട്ട് പറഞ്ഞാൽ ഇൻറ്റു ആണ്. മൈനസ് 6 മൈനസ് 2 into മൈനസ് 2 എത്ര? മൈനസ് 6 പ്ലസ് 4 എത്ര? മൈനസ് 2. ഇതാ മൈനസ് 2. ഇത് എളുപ്പം. ഇത് എത്ര വരും? R2 പറഞ്ഞാൽ 1 മൈനസ് 2 into 0 1 തന്നെ. ഇനി ഇതോ ഇതെന്ത് വരും? മൈനസ് 2 ഈ ഭാഗം ഇവിടെ സോറി ഇവിടെ എന്ത് വരും? 1 മൈനസ് 0 into 2 into 0 1 തന്നെ വരും. ഇവിടെ എന്ത് വരും? 0 ഇതല്ല R2 0 മൈനസ് 2 into 1 എത്ര? മൈനസ് 2. ഓക്കെ, അപ്പൊ എന്തായി? ഇത് 1 ആയി, ഇത് 0 ആയി. ഇനിയോ ഇതാണ് ഓർഡർ. 1 ആവാൻ 0 ആവാം. ഇനി ഇത് 1 ഇത് 0 ആവാം. ഇനി ഇതാണ് 1 ആവേണ്ടത്. ഇത് 1 ആവണമെങ്കിൽ നോക്കി എപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ, ഈ എലമെന്റ് 1 ആവണമെങ്കിൽ എപ്പോൾ എന്ത് ചെയ്താൽ മതി? സെക്കൻഡ് ഓപ്പറേഷൻ മാത്രം ചെയ്താൽ മതി. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് കൂട്ടാനെല്ലാം പോയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം പറയാം? എന്തായാലും ഇത് വീണ്ടും മാറും. നമ്മളെപ്പോ ഈ ഓൾറെഡി ഇതൊന്നും ഇത് 0 ആക്കി കഴിഞ്ഞു, ഇത് 1 ആക്കി, ഇത് 0 ആക്കി. ഇനി അത് മാറാൻ പാടില്ല. എല്ലാവരും ശ്രദ്ധിക്കുക. ഇത് 1 ആയി, ഇത് 0 ആയി. അതിന് ചെയ്യുമ്പോൾ അത് മാറാൻ പാടില്ല. അതെപ്പോ അങ്ങനെ നിൽക്കണം. അത് മാറിക്കൊണ്ട് ഈ കണക്ക് ഇങ്ങനെ കളിയായിട്ട് പോകും. ഓക്കെ, അപ്പൊ ഇത് 1 ആക്കണം. ഇത് 1 ആക്കണം എപ്പോ സെക്കൻഡ് ഓപ്പറേഷൻ യൂസ് ചെയ്താൽ മതി. എന്നാ സെക്കൻഡ് ഓപ്പറേഷൻ RA ഇംപ്ലൈസ് KRA. അപ്പൊ ഇത് 1 ആക്കണോ? R2 ഇംപ്ലൈസ് എത്ര? മൈനസ് 1/2 R2. അടുത്ത ചെയ്ത R2 ഇംപ്ലൈസ് മൈനസ് 1/2 R2. ദെൻ അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് വരും? അങ്ങനെ ചെയ്യുമ്പോൾ ഇത് R1 ചേഞ്ച് ഇല്ല, R2 ഇങ്ങനെ ചേഞ്ച് ചെയ്തു. 0 നേരത്തെ മൈനസ് 2 എന്തായിട്ട് മാറി? മൈനസ് 1/2 into മൈനസ് 2 1 ആയി. അതിൽ ഇപ്പുറത്തെ 1 ഇല്ല, എന്തായി? 1 into മൈനസ് 1/2 മൈനസ് 1/2. ഓക്കെ, ഇവിടെ മൈനസ് 2 ഉണ്ടായത് എന്തായി? മൈനസ് 1/2 into മൈനസ് 2 1 ആയി. ഓക്കെ, കഴിഞ്ഞ പേജിലെ ഭാഗമാണ് ആയി. അപ്പൊ നോക്കി ഇത് 1 ആയി, ഇത് 0 ആയി, ഇത് 1 ആയി. ഇനിയോ ഇത് 0 ആവണം. ഇത് 0 ആവണം. റോ ഓപ്പറേഷൻ ചെയ്തു അല്ലെ? റോ ഓപ്പറേഷൻ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ നോക്കി ഇത് R1 ഇത് R2. നേരത്തെ ഇടില്ല 2 നമ്മൾ എങ്ങനെ 0 ആക്കി? R2 മൈനസ് R1 അല്ലേ ചെയ്ത്? അതേപോലെ ഇവിടെ മൈനസ് 2 ഇല്ലത്. ഈ മൈനസ് 2 ഇങ്ങോട്ട് ചെയ്ത് 0 ആക്കണം. അപ്പൊ മൈനസ് 2 0 ആണെങ്കിൽ മൈനസ് 2 പ്ലസ് 2 അല്ലേ വേണ്ട? അപ്പൊ ഇത് ചെയ്യാൻ നോക്കി R1 ഇംപ്ലൈസ് എത്ര? R1 പ്ലസ് 2 R2. കാരണം മൈനസ് 2 പ്ലസ് 2 അല്ലേ 0. എങ്ങനെ? R1 ഇംപ്ലൈസ് R1 പ്ലസ് 2 R2. അത് ചെയ്യുമ്പോൾ എന്ത് വരും നോക്കാൻ? R1 ഇംപ്ലൈസ് ഇവിടെ മാറ്റുന്നത് എന്ത് വരും? 1 പ്ലസ് 2 into 0 1 തന്നെ. ഇതോ മൈനസ് 2 അല്ലെ? പ്ലസ് എന്ത് പറ്റും? 2 into 1. മൈനസ് 2 പ്ലസ് 2 into 1 എന്നാലോ? മൈനസ് 2 പ്ലസ് 2 0 ആയി. ഓക്കെ, ഇനി ഇത് 0 1 സെക്കൻഡ് റോയിൽ മാറ്റുന്നില്ല. ഇവിടെ അതുപോലെ നോക്കി എന്ത് വരും? ഇവിടെ എന്ത് വരും? 0 പ്ലസ് 2 into മൈനസ് 1/2. 0 ഇത് R2 0 R1 ഇത് R1 0 പ്ലസ് 2 into R2 മൈനസ് 1/2. ഇതാണ് ചെയ്തതാ. 0 പ്ലസ് 2 into മൈനസ് 1/2. 0 മൈനസ് 1 എത്ര? മൈനസ് 1. ഓക്കെ, അതൊരു ഇതോ 1 പ്ലസ് 2 into 1. 1 പ്ലസ് 2 into 1 എത്ര? 3. ഞാൻ സൈഡിൽ തന്നെ ഈ കാൽക്കുലേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സൗകര്യത്തിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടതാ. ഓക്കെ, അപ്പൊ എന്ത് കിട്ടിയതാ? അപ്പൊ ഈ ലെഫ്റ്റ് സൈഡിൽ ഇത് I ആയിട്ട് മാറി. 1 0 0 1 ഈക്വൽ എന്ത് കിട്ടി? അനദർ മെട്രിക്സ് ഇൻറ്റു A എന്ന് കിട്ടി അല്ലെ? അപ്പൊ എന്ത് കിട്ടി? I ഈക്വൽ ടു B എന്ന് കിട്ടി. I ഈക്വൽ ടു B എന്ന് കിട്ടി. എന്ത് പറയാ? ഈ B നെല്ലേ A ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് എന്ത് പറയാം? B ഈക്വൽ ടു A ഇൻവേഴ്സ് ഈക്വൽ ടു എത്ര? മെട്രിക്സ് മൈനസ് 1 3 മൈനസ് 1/2 1. ക്ലിയർ അല്ലേ? അപ്പം ചെയ്ത ഓർഡർ മനസ്സിലായല്ല? ഒന്നുകൂടെ അടുത്ത ക്വസ്റ്റ്യൻ പറയുമ്പോൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. അടുത്തുകൂടെ വിശദീകരിക്കുന്നുണ്ട്. B ഈക്വൽ ടു A ഇൻവേഴ്സ് എന്ന് കിട്ടി. മൈനസ് 1 3 മൈനസ് 1/2 1. അപ്പൊ ചില ആൾക്കാർ സംശയം ഇത്തിരി ചെയ്തിട്ട് നമുക്ക് ഇത് എങ്ങനെ വെരിഫൈ ചെയ്യാൻ പറ്റും? അപ്പൊ നമുക്ക് ഡിറ്റർമിനന്റ് എന്നുള്ള പാഠം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറെ രീതിയിൽ വെരിഫൈ ചെയ്യാം. കാരണം ഇൻവേഴ്സ് കാണുന്ന വേറൊരു സൂത്രവാക്യമുണ്ട്. 1 ഡിറ്റർമിനന്റ് ഇൻറ്റു അഡ്ജോയിന്റ് എന്നൊരു സൂത്രവാക്യമുണ്ട്. അത് വെച്ച് ചെയ്യാം. പക്ഷേ ഇവിടെ നമുക്കിപ്പോൾ പഠിച്ചു വെച്ചിട്ട് എങ്ങനെ വെരിഫൈ ചെയ്യാൻ പറ്റും നോക്കിയതാ. ഇത് വെരിഫൈ ചെയ്യുന്നതാണ്. ഈ സ്റ്റെപ്പെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഈ സൈഡിലുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവാൻ എഴുതുന്നത്. ഇത് ഉത്തരം ശരിയാ നോക്കി നോക്കി എങ്ങനെ? A into A inverse ഉണ്ട്. A into A inverse A inverse മൾട്ടിപ്ലൈ റോ കോളം മെത്തേഡ് ചെയ്യുക. മൈനസ് 2 പ്ലസ് മൈനസ് 6 into മൈനസ് 1/2 3. ഇതോ 6 മൈനസ് 6 ഇവിടെ മൈനസ് 1 ഇതോ പ്ലസ് 1 ഇവിടെയോ 3 മൈനസ് 2 ഇത് കിട്ടി 1 0 0 1 അതിന് കിട്ടി. അപ്പൊ ഇതിന്റെ ഉത്തരം ഓക്കെ. ഉത്തരം ശരിയാന്ന് നോക്കണമെങ്കിൽ ലാസ്റ്റ് A into A inverse കണ്ട് അയ്യാന്ന് നോക്കിയാൽ മതി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മെട്രിക്സ് 2 5 1 3 യൂസിങ് എലിമെന്ററി ഓപ്പറേഷൻ നോക്കാം. A ഈക്വൽ ടു I എന്ന് സ്റ്റാർട്ട് ചെയ്തു. A മെട്രിക്സ് 2 5 1 3 ഈക്വൽ ടു മെട്രിക്സ് 1 0 0 1 into A. നേരത്തെ പറഞ്ഞ പോലെ അത് വീണ്ടും പറയുന്നില്ല. ഇതായി ഇത് ആദ്യം I ആക്കി മാറ്റണം. അങ്ങനെ ചെയ്യുന്നത് മനസ്സിലായില്ല? ആദ്യം ഇത് 1 ഇത് 0 ഇത് 1 ഇത് 0. ഇത് 1 ആക്കാൻ വേണ്ടി നേരത്തെ പോലെ ഇന്റർചേഞ്ച് ചെയ്തു. ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ ഒന്നാമത്തെ രണ്ടാമത്തെ ഭാഗം മാറി. ഇതാ ഒന്നാമത്തെ 1 3 ആയി, രണ്ടാമത്തെ 2 5. ഇവിടെ ഒന്നാമത്തെ 0 1 ആയി, രണ്ടാമത്തെ 1 0 ആയി into A. ഓക്കെ, ഇനിയോ രണ്ടാമത്തെ 0 ആക്കണം നേരത്തെ ചെയ്ത പോലെ. ഇതാ
R2 implies നേരത്തെ തന്നത് 2 അല്ലേ? അപ്പൊ എത്ര? R2 implies R2 minus 2R1. അപ്പൊ എന്ത് വരിക? ഇതെന്ത് വരും? 2 minus 1 2 അല്ലെ 0. ഇനി ഇവിടെ എന്ത് വരും? 5 minus 2 into 3 ഇതാ. 5 minus 2 into 3 5 minus 6 എത്ര? -1. ഇവിടെയോ 1 minus 2 into 0 1. ഇവിടെയോ 0 minus 2 into 1 minus 2. ഓക്കെ, ഒന്ന് ചെയ്ത് രണ്ടാമത്തെ ചെയ്യുന്നത് കുറച്ചുകൂടി എളുപ്പമായി. അപ്പൊ എന്താ? ഇത് ഒന്നായി, ഇത് 0 ആയി, ഇത് ഒന്നാവണം. ഇത് ഒന്നാവണമെങ്കിലോ ഇത് -1 അല്ലേ? -1 ഒന്നാവണമെങ്കിൽ എന്ത് ചെയ്യണം? R2 implies എത്ര? -1 into R2. തിരിഞ്ഞുള്ള സെക്കൻഡ് ഓപ്പറേഷൻ ഉപയോഗിക്കേണ്ടത്. അപ്പൊ R2 implies minus R2. ഇത് അതന്നെ ഒന്നുകൂടെ എഴുതിയാണ്, ഈ മുകളിലത്തെ സ്റ്റെപ്പ് അതന്നെ ഒന്നുകൂടെ എഴുതിയത്. R2 implies minus R2 ചെയ്യുമ്പോൾ നോക്കിയേ 1 3 ഇത് എത്ര? 0 1 ഇതോ -1 2 into A. R1 മാറ്റമൊന്നുമില്ല. എന്തുകൊണ്ട്? R2 implies അല്ലല്ലോ, R1 മാറ്റമൊന്നുമില്ല, സെയിം തന്നെ വരും. ഇനി നോക്കി ഇത് ഒന്നായി 0 ആയി 1 ആയി. അപ്പൊ ഈ 3 എന്ത് ചെയ്യണം? 0 ആവണം. ഇത് 3 0 ആണെങ്കിലോ താഴോട്ട് ഓപ്പറേഷൻ R1 R2 അല്ലേ? അപ്പൊ എത്ര? R1 implies എത്ര? R1 minus 3R2. 3 minus 3 അല്ലേ 0? അപ്പൊ എന്ത് വരും നോക്കാലോ? R1 implies R1 minus 3R2 ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ ഒന്നും മാറ്റുന്നില്ല ഇല്ലല്ല. ഇത് രണ്ടിനും മാറാനുള്ള ഞാൻ നേരത്തെ പറഞ്ഞു. എത്ര? 1 minus 3 into 0 1. ഇതോ 3 minus 3 into 1 അടിച്ചിട്ട് 3 minus 3 into 1 എത്ര? 0. ഓക്കെ, ഇവിടെ എന്ത് വരും നോക്കിയാൽ വീഡിയോ 0 minus 3 into -1 നമ്മളെത്ര? 0 plus 3 3. ഇവിടെയോ അതേപോലെ എന്ത് വരും? 1 minus അല്ലെ 3 into 2 1 minus 3 into 2 1 minus 6 എത്ര? -5. ഇപ്പൊ എന്ത് കിട്ടി? I equal to BA. എത്ര? B എത്ര? A inverse. മെട്രിക്സ് എത്ര? 3 minus 5 minus 1 2. ഇത് വെരിഫൈ ചെയ്യാൻ അങ്ങനെ A into A inverse വെരിഫൈ ചെയ്യുമ്പോൾ മെട്രിക്സ് അല്ലെ 2 ഗുണിച്ച് എന്ത് I കിട്ടുമോ നോക്കാം. ഇതുപോലെ വെരിഫൈ ചെയ്യാൻ ആരും മറക്കണ്ട, വെരിഫൈ ചെയ്യണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മൂന്നാല് ഞാൻ ചെയ്യുന്നുണ്ട്, സംശയങ്ങളുണ്ടെങ്കിൽ ക്ലിയർ ആവണം. അടുത്ത് മെട്രിക്സ് 2 minus 3 minus 1 minus 2 റോ ഓപ്പറേഷൻ ഉപയോഗിച്ച് കാണണം. അപ്പൊ A equal to I എന്ന് സ്റ്റാർട്ട് ചെയ്തു. മെട്രിക്സ് 2 minus 3 minus 1 2 equal to മെട്രിക്സ് 1 0 0 1 into A. അപ്പം ആദ്യത്തെ എയിമെന്ന് ഒന്നാമത്തെ എലിമെന്റ് ഇത് 1 ആക്കണം. ഇത് 1 ആക്കണമെങ്കിൽ നോക്കി എന്ത് ചെയ്തുകൂടാ? ഇത് 2 ഇത് -1 അല്ലേ? അപ്പൊ ഇത് ആഡ് ചെയ്താൽ മതി അല്ലെ? ആഡ് ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുന്ന ഒരു നിർബന്ധമില്ല, ഞാൻ നേരത്തെ പറഞ്ഞു. ഏത് ചെയ്താലും ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻ ഏത് ചെയ്താലും ഉത്തരം കിട്ടും. അപ്പൊ സൗകര്യത്തിന് വേണ്ടി ഞാൻ ഇതാ ചെയ്യുന്നത്. R1 implies R1 plus R2. ശ്രദ്ധിക്കണം, ഇത് ഇന്റർചേഞ്ച് അല്ല. R1 implies R1 plus R2. R1 implies R1 plus R2. അപ്പൊ എന്ത് ചെയ്യും? R1 മാറ്റാം. എങ്ങനെ? R1 R2 കൂട്ടിക്കൊണ്ട് മാറ്റാം. ഇവിടെ ശരിക്കും ചെയ്യുന്ന ഒരു മൂന്നാമത്തെ ഓപ്പറേഷൻ ആണ് ഇത്. Ri implies Ri plus KRJ. K യുടെ 1 ആണ്. അപ്പൊ എങ്ങനെ വരും നോക്കാല? R1 ഇന്റർചേഞ്ച്. R1 implies R1 plus R2 ചെയ്യുമ്പോൾ എന്ത് വരും നോക്കിയേ? ഇടാ 2 plus -1 that is 1. ഇടോ -3 plus 2 that is -1. ഇവിടെ 1 plus 0 1 0 plus 1 1. ഓക്കെ, ഇപ്പൊ എന്തായി? R1 മാറി. ഇനി നോക്കി ഇതാ ഇത് 1 ആയി. ഇനി ഇത് 0 അല്ലേ ആവണ്ടേ? ഇത് 0 ആവണമെങ്കിലോ തിരിച്ച് ഇത് -1 ഇത് 1 അല്ലേ? തിരിച്ചു കൂട്ടാം. അപ്പൊ R2 implies എത്ര? R2 plus R1. അപ്പൊ എന്ത് വരും നോക്കാല? R2 implies R2 plus R1 എന്ന് പറയുമ്പോൾ നോക്കിയേ R1 മാറ്റൊന്നുമില്ല, അങ്ങനെ ഇത് R1 1 -1 1 1. R2 എത്ര? R2 plus R1. അപ്പൊ എത്ര? -1 plus 1 0. ഇതോ 2 plus -1 1. ഇതോ 0 plus 1 1. ഇതോ 1 plus 1 2. ഇപ്പൊ നോക്കി എന്തായി? ഇത് 1 ആയി 0 ആയി 1 ആയി. ഇവിടെ ഓർഡർ നോക്കുക. 1 ആയി 0 ആയി 1 ആയി. ഇതിന് ഇത് 0 ആവും. 1 ആയി 0 ആയി 1 ആയി. ഇത് 0 ആവും. ഇത് 0 ആവും. എന്താ ചെയ്യാൻ നിങ്ങൾക്ക് എന്താ പറയുന്ന എളുപ്പത്തിൽ? ഇത് -1 ഇത് 1 ഇത് R1 ഇത് R2. അപ്പൊ ഇത് 0 ആണെങ്കിൽ ഇത് ചെയ്യാം. R1 implies എത്ര? R1 plus R2. എന്ത് ചെയ്യാ? R1 implies എത്ര? R1 plus R2 ചെയ്യാം. ഓക്കെ, ഇത് 0 ആവാൻ വേണ്ടിയിട്ട് ഇത് നേരത്തെ സ്റ്റെപ്പ് റിപ്പീറ്റ് ആണ്. ഞാനത് മറിച്ച് എഴുതുമ്പോൾ വന്ന കാര്യം മാത്രമാണ് ഈ സ്റ്റെപ്പ്. ഇവിടെ നമ്മളിപ്പോൾ ഇല്ലത് ഈ സ്റ്റെപ്പിൽ നമ്മളിപ്പോൾ ഓൾറെഡി ഇല്ലത്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്തത് R1 implies എത്ര? R1 plus R2. R1 implies R1 plus R2. ഓക്കെ, അത് ചെയ്താൽ മതി. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി സംഭവിച്ചൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ കണക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് 1 ആയിട്ടുണ്ട് അല്ലെ? ഇത് നമ്മൾ 1 ആക്കേണ്ടി വന്നിട്ടാ ഇല്ലല്ലേ? ഇത് 1 ആയി 0 ആയി. മൂന്നാമത്തെ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ഇത് 1 ആയി, നമ്മൾ ആക്കേണ്ടി വന്നിട്ടേ ഇല്ല. ഇത് 1 ആയി. അപ്പൊ ഇത് ചെയ്താൽ മതി. R1 implies എത്ര? R1 plus R2. ശ്രദ്ധിക്കുക, ഈ 2 സ്റ്റെപ്പ് ഞാൻ ഓൾറെഡി മുമ്പ് ചെയ്ത് തന്നെയാണ്. അത് പേജ് മറിക്കുമ്പോൾ വന്നേ ഇല്ലു. ഓക്കെ, ഇത് ചെയ്ത് തന്നെ നോക്കിയാൽ മതി. ഇത് ചെയ്ത് ഇത് നമുക്ക് ഇതിന്റെ ബാക്കി ചെയ്യണ്ടേ? R1 implies R1 plus R2 ഇതിന്റെ ബാക്കി അത് ചെയ്യുമ്പോൾ എന്തായി? ഇതാ 1 plus 0 1 -1 plus 1 0. ഇടോ 1 plus 1 2 1 plus 2 3. ഇതാ സോ എന്താ കിട്ടി? I equal to BA. ഇതാണ് B. ദാറ്റ് ഈസ് B എന്ന് പറഞ്ഞ എത്ര? A ഇൻവേഴ്സ്. മെട്രിക്സ് എത്ര? 2 3 1 2. ഇത് വെരിഫൈ ചെയ്യണേ. ഓക്കെ,
എ ഇൻറ്റു എ ഇൻവേഴ്സ് എത്ര ഐ ആണെന്ന് വെരിഫൈ ചെയ്തു. എ ഇൻവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് ഐ ആണെന്ന് നോക്കി. ക്ലിയർ അല്ലേ? ഒന്നുകൂടെ നോക്കാം. ഇതാ മെട്രിക്സ് 3 1 5 2 യൂസിങ് എലിമെന്ററി റോ ഓപ്പറേഷൻ. അപ്പൊ എ ഈക്വൽ ടു ഐ എടുത്തു. മെട്രിക്സ് 3 1 5 2 ഈക്വൽ ടു മെട്രിക്സ് 1 0 0 1 ഇൻറ്റു എ. ഓക്കെ, എന്ത് ചെയ്യണം? ഇവിടെ നോക്കി, ഈ 3നെ 1 ആക്കണം. ഈ 3നെ 1 ആക്കണം. ഞാൻ വേറെ ടെക്നിക്ക് അപ്ലൈ ചെയ്തുകൊണ്ടോ രണ്ട് വേണം ഇങ്ങനെ ചെയ്യാം. ഫസ്റ്റ് R1 implies 1/3 R1 എന്ന് ചെയ്യാം. ഒന്നും കിട്ടൂലെന്ന് അങ്ങനെ ചെയ്യാം. ഓക്കെ, പക്ഷെ ഞാനിത് വേറെ ടെക്നിക്കാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് എന്തുകൊണ്ട് വരാം? അങ്ങനെ ചെയ്താൽ ഇടി 1/3 വരും, ഇടി 1/3 വരും. അപ്പൊ ഫ്രാക്ഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കണക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ചെയ്തെന്താ പറയാ, ഇതാ ഇത് 3 ഇത് 5 അല്ലേ, 6 - 5 അല്ലേ 1. അപ്പൊ ഞാനിവിടെ ചെയ്യുന്നത്, ഇവിടെ ചെയ്യുന്ന ഓപ്പറേഷൻ R1 implies, ഇത് ഇന്റർചേഞ്ച് അല്ല, implies R1 implies 2R1 minus R2. R1 implies എന്ന് 2R1 minus R2. ഇത് ഇന്റർചേഞ്ച് ചെയ്താക്കാം, ഒറ്റ എറോ മതി, ഇന്റർചേഞ്ച് അല്ല. R1 implies 2R1 minus R2. അപ്പൊ ചിലർക്ക് സംശയം വരും, ഇങ്ങനെ ചെയ്യാൻ പാട്ടോ വരും. അതെങ്ങനെ ക്ലിയർ നോക്കുക. ഇത് ശരിക്കും R1 implies 2R1 ആദ്യം ചെയ്യാം. R1 implies R1 minus R2 രണ്ടാമത് ചെയ്യാം. ഈ രണ്ട് ചെയ്യുന്നതിന് പകരം ഒറ്റയടിക്ക് ഇത് ചെയ്താൽ ഈ ഉത്തരം കിട്ടും. മനസ്സിലായില്ല? R1 implies 2R1 എന്ന് പറഞ്ഞാൽ ഇത് രണ്ടുകൊണ്ട് ഗുണിച്ചുകൊണ്ട് മാറ്റുന്നു ആദ്യം. അപ്പൊ ഇത് 6 ആവും, ഇത് 2 ആവും, 0 ആവും. പിന്നെയോ R1 implies R1 minus R2. പിന്നെ ഇതിൽ ഇങ്ങോട്ട് കുറക്കുന്നു. അപ്പൊ ഇതൊന്നാവൂലേ? അപ്പൊ അത് ഒറ്റയ്ക്ക് എങ്ങനെ ചെയ്യാം? R1 implies 2R1 minus R2. ഓക്കെ, ഇത് മെട്രിക്സിൽ പോസിബിൾ ആണ്. ഇത് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അപ്പൊ എന്ത് വരും നോക്കി. അപ്പൊ R1 implies 2R1 minus R2. അപ്പൊ എന്ത് വരും നോക്കിടാ, 6 - 5 1. ഓക്കെ, ഇതോ ഇവിടെ എന്ത് വരും? 2 - 2 എത്ര? 0. ഇവിടെ അതേപോലെ അല്ലേ, എത്ര? 2 - 0 2. ഇവിടെയോ 0 - 1 എത്ര? -1. അപ്പൊ എന്താ, ഇത് 1 ആയി, ഇത് 5 ആയി, ഇത് 5 ആയില്ലേ, ഇത് 1 ആയി, ഇത് 5 ആയില്ലേ. 5 0 ആക്കണമെങ്കിലോ R2 implies എത്ര? R2 minus 5R1. മോളോടെ ഓർക്കണ്ടേ, ഇത് 5 1. R2 implies R2 minus 5R1. ഓക്കെ, അത് ചെയ്യുമ്പോൾ എന്ത് നോക്കി, എന്തോരും അത് ചെയ്യുമ്പോൾ ഈ ഒന്നാമത്തെ റോയിൽ മാറ്റുന്നില്ല, 1 0 2 -1 മാറ്റുന്നില്ല. R2 implies വരുമ്പോൾ രണ്ടാമത്തെ റോയെ മാറ്റുന്നുണ്ട്. രണ്ടാമത്തെ റോ എങ്ങനെ മാറും നോക്കി, എത്ര? 5 - 1 × 5 0. ഓക്കെ, 5 - 5 × എന്ന് പറഞ്ഞാൽ 0. അടുത്തതോ ഇതോ 2 - 5 × 0 2. ഇവിടെയോ അതേപോലെ 0 - 5 × 2 -10. ഓക്കെ, ഇവിടെയോ 1 - 5 × -1 1 + 5 എത്ര? 6. ഓക്കെ, ഇനി നമ്മൾ ഏതൊന്ന് ഈ 2നെ ഒന്നാക്കണം. ഈ 2നെ അതെങ്ങനെ ഒന്നാക്കാം? R2 implies എത്ര? 1/2 R2. ഇത് സെയിം തന്നെ സ്റ്റെപ്പില. R2 implies 1/2 R2. അത് ചെയ്യുമ്പോൾ എന്ത് കിട്ടുക? ഇത് 0 ആയി, ഇത് 1 ആയി, ഇതോ -5 ആയി, ഇതോ 3 ആയി. ഓക്കെ, അപ്പൊ തന്നെ ഉത്തരമായി നോക്കി. ഇത് ഓട്ടോമാറ്റിക്കലി 0 ആയി കഴിഞ്ഞു അല്ലെ, ഇത് ഓട്ടോമാറ്റിക്കലി 0 ആയി കഴിഞ്ഞു. അപ്പൊ അത് പിന്നെ നമ്മൾ തൊടാൻ പോണ്ട, ഓട്ടോമാറ്റിക്കലി 0 ആയി, ഒരു സ്റ്റെപ്പിൽ ലാഭമാണ്. അതുകൊണ്ട് ഇത് 0 ആയി, ഇത് I ആയി. അപ്പൊ ഈ കിട്ടി B എന്ന് കിട്ടി. ബിനെ എന്ന് പറഞ്ഞു A ഇൻവേഴ്സ്. ഈ ഉത്തരം ശരിയാണെന്ന് നോക്കാം. എങ്ങനെയാണ് ഉത്തരം ശരിയാന്ന് നോക്കല്? സൈഡിൽ A ന്റെ A ഇൻവേഴ്സ് ഗുണിച്ച് നോക്കിയാൽ മതി. ഇതും A തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അത് I ആണ് ഉത്തരം ശരി തന്നെ. ഓക്കെ ആണല്ലേ? ഓക്കെ, നമുക്ക് ഒന്നുകൂടെ നോക്കാം. ലാസ്റ്റ് വൺ, ഫൈൻഡ് ദി ഇൻവേഴ്സ് ഓഫ് ദ മെട്രിക്സ് 2 1 4 2 യൂസിങ് എലിമെന്ററി റോ ഓപ്പറേഷൻ. ഇതാ ഞാൻ ഒന്നുകൂടെ പറഞ്ഞില്ല, ഇത് ലാസ്റ്റ് കണക്കാണ്. എലിമെന്ററി റോ ഓപ്പറേഷൻ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ A ഈക്വൽ ടു I എന്ന് സ്റ്റാർട്ട് ചെയ്തു. മെട്രിക്സ് 2 1 4 2 ഈക്വൽ ടു മെട്രിക്സ് 1 0 0 1 × A സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഈ A നെ I ആക്കി മാറ്റെങ്കിൽ ആദ്യം ഇത് ഒന്നാക്ക, താഴത്തെ 0 ആക്ക, ഇത് ഒന്നാക്ക, ഇത് 0 ആക്ക. ഈ ഓർഡറിലാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? ഈ 2നെ 1 ആക്കണം. ഈ 2നെ 1 ആക്കുമ്പോൾ ശ്രദ്ധിക്കാം, നേരത്തെ പോലെ കുറച്ചാലും ഇത് കിട്ടൂല. കാരണം ഇത് 2 × 4 അല്ലേ, 2 ഗുണിത 4 വരുന്നത്. അപ്പൊ അങ്ങനെ കിട്ടൂല. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഫ്രാക്ഷൻ വെച്ചിട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ എന്ത് ചെയ്തു? R1 implies 1/2 R1 ചെയ്തു. അത് ചെയ്ത് ഏത് കണക്കും കിട്ടും. നമ്മൾ ഇതിന് മുമ്പ് ഫ്രാക്ഷൻ വേണ്ട വെച്ചിട്ട് അങ്ങനെ ചെയ്യാൻ. അപ്പൊ എന്താ ഇത് 2 1 ആയി, ഇതോ 1/2 ആയി, ഇതോ 1/2 ആയി, ഇതോ 0 ആയി. ഇനി എന്ത് കിട്ടും? അടുത്ത് ഇത് ഇങ്ങനെ ഇനി 4നെ 0 ആക്കണമെങ്കിലോ R2 implies എത്ര? R2 minus 4R1. R2 minus 4R1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇടുന്ന് വരും R2 minus 4R1 എന്ന് പറഞ്ഞാലോ ഇവിടെ 4 minus 4 × 1 that is 0. ഇവിടെ 2 minus 4 × 1/2 that is 2 minus 2 that is 0 അല്ലേ? ഈ സൈഡിലോ എന്ത് കിട്ടി? ഈ സൈഡിൽ അതുപോലെ കിട്ടി 0 minus 4 × 1/2 -2. ഇവിടെ 1 minus 0 × 1 കിട്ടി. ഇവിടെ നോക്കി ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് കിട്ടി? ഈ ഒന്നാമത്തെ റോയിലെ ഒന്നാമത്തെ മെട്രിക്സിലെ രണ്ടാമത്തെ റോയിലെ എല്ലാ എലമെന്റും 0 ആയി. So we have all zeros in second row of LHS matrix. അതുകൊണ്ട് എന്താ പറയാ? A inverse does not exist. തിയറിയിൽ നേരത്തെ പറഞ്ഞു, നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്ന സമയത്ത് എന്താണ്, ഒരു റോയിലെ എല്ലാ എലമെന്റും അല്ലെങ്കിൽ ഒരു കോളത്തിലെ എല്ലാ എലമെന്റും 0 ആയി കഴിഞ്ഞാൽ എന്താണ്? ഇൻവേഴ്സ്
എക്സിസ്റ്റ് അല്ല എന്ന് പഠിച്ചു. സോ ഹിയർ എന്തല്ല, ഇവിടെ ഇൻവേഴ്സ് എക്സിസ്റ്റ് അല്ല, ഈ എല്ലാ എലിമെന്റ് 0 ആയതുകൊണ്ട് ഇൻവേഴ്സ് എക്സിസ്റ്റ് അല്ല എന്ന് കിട്ടി. ഓക്കെ, ക്ലിയർ അല്ല? ഇവിടെ ഇൻവേഴ്സ് എക്സിസ്റ്റ് അല്ല, ഡൗട്ടില്ല. ഇനി ഈ ഒരു കൺസെപ്റ്റ് ശരിയാണെന്നില്ല നമ്മൾ ഡിറ്റർമിന്റ് എന്നുള്ള പാഠത്തിൽ എളുപ്പത്തിൽ പഠിക്കും. ഡിറ്റർമിന്റ് കാണാൻ പഠിക്കുമ്പോൾ ഇവിടെ ഡിറ്റർമിന്റ് 0 കിട്ടും, ഇത് 2/2 മെട്രിക്സ് ആണ്. അപ്പൊ ഇതിന്റെ ഡിറ്റർമിന്റ് ഇവിടെ 2 × 2 4, 4 - 4 0 എന്ന് കിട്ടും. അത് പഠിക്കും നമ്മൾ. ഇനി പാഠം കഴിഞ്ഞിട്ട് അവസാനം ഈ ഭാഗം ഒന്നും കൂടെ പറഞ്ഞു തരും, എന്നിട്ട് നിങ്ങൾക്ക് അത് എളുപ്പമായിട്ട് മനസ്സിലാവും. ഓക്കെ, ഈ വെരിഫൈ ചെയ്യുന്ന ഒന്നും കൂടെ പറഞ്ഞു തരും. ഇതിന്റെ അസൈൻമെന്റ് ചെയ്യുക. ഫൈൻഡ് ദി ഇൻവേഴ്സ് ഓഫ് ദി ഫോളോയിങ് മെട്രിക്സ് യൂസിങ് എലിമെന്ററി റോ ഓപ്പറേഷൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മെട്രിക്സ് 2 3 5 7. രണ്ടാമത്തെ മെട്രിക്സ് 3 - 1 - 4 2. തേർഡ് വൺ മെട്രിക്സ് 1 2 2 - 1. ഈ 3 റോ ഓപ്പറേഷൻ ഉപയോഗിച്ച് ചെയ്യണം. അപ്പൊ ഉത്തരം എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യുക. അറിയില്ലെങ്കിൽ എന്നോട് അത് ചോദിച്ച് മനസ്സിലാക്കണം. സംഭവം കൃത്യമായിട്ട് പഠിക്കണം. റോ ഓപ്പറേഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യേണ്ടത്. അപ്പൊ ആ ഓർഡർ ശ്രദ്ധിക്കുക. ഉത്തരം കിട്ടിക്കഴിഞ്ഞാലോ A × A ഇൻവേഴ്സ് I ആണെന്ന് വെരിഫൈ ചെയ്യണം. ഓക്കെ, ഈ ഭാഗം ഈ നമ്മൾ NCERT സിലബസ് അനുസരിച്ച് നമ്മൾ സ്റ്റേറ്റ് സിലബസിൽ ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ളത് ഈ ഒരു ഭാഗമാണ്. CBSE ആകുമ്പോൾ 3/3 ആണ് വരുന്നത്, 2/2 അല്ല. നമുക്ക് ഇതാണ് ഏറ്റവും സാധ്യത. ഇനി നമുക്ക് കോൾ ഓപ്പറേഷൻ ചെയ്യാം. നിങ്ങൾ എലിമെന്ററി ഓപ്പറേഷൻ ചോദിച്ചാൽ റോ ചെയ്താൽ മതി. എലിമെന്ററി ഓപ്പറേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ റോയിൽ ചെയ്താൽ മതി. അതുകൊണ്ട് ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻ ചെയ്തതെന്ന്. ഇനി കോളം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 2 കോളം കൂടെ നമുക്കൊന്ന് നോക്കാം. ഫൈൻഡ് ദി ഇൻവേഴ്സ് ഓഫ് ദി മെട്രിക്സ് 1 2 2 - 1 യൂസിങ് എലിമെന്ററി കോളം ഓപ്പറേഷൻ. നോക്കോ, എലിമെന്ററി കോളം ഓപ്പറേഷൻ ആകുമ്പോൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? A = AI. നേരത്തെ പറഞ്ഞു A = AI. അപ്പൊ എത്ര? A എന്ന് പറഞ്ഞാൽ മെട്രിക്സ് 1 2 2 - 1 ഈക്വൽ ടു A. ഒന്നും ചെയ്യേണ്ട, ഇൻറ്റു I മെട്രിക്സ് 1 0 0 1. ഇതെന്തുകൊണ്ട് മനസ്സിലായില്ല? ആദ്യത്തെ മെട്രിക്സിൽ ചെയ്യുന്ന കോളം ഓപ്പറേഷൻ എവിടെ ചെയ്യണം? രണ്ടാമത്തെ മെട്രിക്സിലെ ചെയ്യേണ്ടത്. ഈ RHSലെ രണ്ടാമത്തെ മെട്രിക്സ് I ഇല ചെയ്യേണ്ടത്. മനസ്സിലായില്ല? ഇവിടെ ചെയ്യുന്ന കോളം ഓപ്പറേഷൻ ഇവിടെ ചെയ്യേണ്ടത്. ഇനി കോളം ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എന്താ വ്യത്യാസം നോക്കി? ഇതാണ് വ്യത്യാസം. ഇത് ആദ്യം ഇത് 1 ആക്കാം, ഇത് 0 ആക്കാം, ഇത് 1 ആക്കാം, ഇത് 0 ആക്കാം. ഇത് ഓർഡർ ഏറോ നോക്കി. നേരത്തെ ഇങ്ങോട്ടാണ്, നേരെ തിരിച്ചതാ. ഇത് 1 ഇത് 0 ഇത് 1 ഇത് 0. ഈ ഓർഡറിലാണ് ചെയ്യേണ്ടത്. മനസ്സിലായല്ല? കോളം ഓപ്പറേഷനിൽ ഇത് 1 ആക്കാം, ഇത് 0 ആക്കാം, ഇത് 1 ആക്കാം, ഇത് 0 ആക്കാം. അപ്പൊ അതിന് വേണ്ടി നോക്കിയതാ മെട്രിക്സ് എടുത്തു. അപ്പൊ ആദ്യം ഇത് 1 തന്നെ, ഓൾറെഡി എന്തെന്നെ 1 തന്നെ. അപ്പൊ എന്ത് ചെയ്യണം? ഈ 2 ആണ് 0 ആക്കേണ്ടത്. 2 0 ആക്കണമെങ്കിലോ കോളം ഓപ്പറേഷൻ ചെയ്തുകൂടാ, റോ ചെയ്തുകൂടാ. അപ്പൊ നോക്കിയേ, ഇത് ഒന്നാമത്തെ കോളം C1, ഇതോ രണ്ടാമത്തെ കോളം C2. അപ്പൊ നേരത്തെ നമ്മൾ താഴ്ന്ന് മുകളിലോട്ട് ചെയ്യുന്നത് ഇവിടെയോ സൈഡിലോട്ട് ചെയ്യണം. നേരത്തെ ഇത് ഈ 2 ആകുന്നത് R2 implies R2 - 2 R1 അല്ലേ? ഇത് R2 അല്ലേ, ഇത് C2. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം? C2 implies C2 - 2 C1. C2 implies C2 - 2 C1. അപ്പൊ എന്ത് വരും നോക്കാലോ? അപ്പൊ C2 implies C2 - 2 C1 എന്ന് പറയുമ്പോൾ ഇവിടെ കോളാണ്, കോളം. അപ്പൊ നോക്കി, C1 മാറ്റില്ലതാ, 1 2. C2 എങ്ങനെ മാറും നോക്കി? എങ്ങനെ മാറും? 2 മൈനസ് എത്ര? 2 × 1. 2 - 2 × 1 2 - 2 0. ഇവിടെ എങ്ങനെ മാറും? -1 - 2 × 2. -1 - 2 × 2 -1 - 4 എത്ര? -5. ഓക്കെ, ഇവിടെ അതുപോലെ C1 മാറ്റില്ല. C1 മാറ്റില്ല എന്ന് പറഞ്ഞാൽ എത്ര? ഇത് 1 0 അങ്ങനെ. C2 അതുപോലെ എന്ത് വരും നോക്കി? മാറ്റം എങ്ങനെ വരും? 0 - 2 × 1 -2. ഇവിടെയോ 1 - 2 × 0 1. ഓക്കെ അതല്ല? അപ്പൊ എന്തായി? ആദ്യത്തെ 1 ആയി, രണ്ടാമത്തെ 0 ആയി. ആദ്യത്തെ ഓൾറെഡി 1 ആണ്, രണ്ടാമത്തെ എലിമെന്റ് 0 ആയി. ഇനി എന്ത് ചെയ്യണം നോക്കി? 1 ആയി 0 ആയി. ഇത് 1 ആവണം, ഇത് 1 ആവണം. നേരത്തെ പറഞ്ഞു ഇത് 1 ആവണം. ഇപ്പൊ സെക്കൻഡ് ഓപ്പറേഷൻ യൂസ് ചെയ്തോട് പറഞ്ഞു, സെക്കൻഡ് ഓപ്പറേഷൻ. പക്ഷെ ഇവിടെ കോൾ ഓപ്പറേഷൻ ആണ്. അപ്പൊ ഏത് അപ്ലൈ ചെയ്യാം? RI അല്ല CI. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം? ഇത് C2 ആണ്. അപ്പൊ എന്ത് ചെയ്യാം? C2 implies എത്ര? -1/5 C2. ഓക്കെ, C2 implies -1/5 C2. ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? -1/5 C2 ആകുമ്പോൾ ഇത് -2/5 മാറും. സോറി, ഇതെന്തായിട്ട് മാറും? ഇത് 0 ആയി മാറും. ഇതോ ഇത് 1 ആയിട്ട് മാറും. ഇവിടെയോ -2 × -1/5 2/5 ആയിട്ട് മാറും. ഇതോ -1/5 ആയിട്ട് മാറും. അടുത്ത പേജ് ചെയ്തിട്ടുണ്ടേ നോക്കൂ. ഇതാ, അപ്പൊ ഇതുണ്ടല്ലോ, ഇത് 2/5 ആയിട്ട് മാറി, ഇത് -1/5 ആയിട്ട് മാറി. ഇത് 0 ആയി, ഇത് 1 ആയി. ഓക്കെ, അപ്പൊ എന്തായി? ഇത് 1 ആയി, ഇത് 0 ആയി, ഇത് 1 ആയി. ഇനി ഇത് 0 ആവണം. ഇത് 0 ആണെങ്കിലോ നോക്കിയ C1 C2, ഇത് C1, ഇതോ C2. അപ്പൊ എന്ത് ചെയ്യാ? C1 implies എത്ര? C1 - 2 C2. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് വരും നോക്കിയേ? C1 implies C1 - 2 C2 ചെയ്യുമ്പോൾ C2 മാറ്റുന്നില്ല, 0 1. ഇവിടെ C2 മാറ്റില്ല, 2/5 -1/5. C1 മാറ്റാം, അങ്ങനെ മാറ്റാം നോക്കി. C1 - 2 C2. അപ്പൊ എത്ര? 1 - 2 × 0. ഇവിടെ ചെയ്താ 1 - 2 × 0 1. ഇവിടെ 2 - 2 × 1. 2 - 2 × 1 2 - 2 0. ഓക്കെ, ഇവിടെ എന്ത് വരും നോക്കി? 1 - 2 × 2/5. 1 - 2 × 2/5 1 - 4/5 എത്ര? 1/5 ഇടാ. ഇനി ഇവിടെ 0 - 2 × -1/5 എത്ര? 2/5. ഓക്കെ, ദാറ്റ് ഈസ് എന്ത് കിട്ടി? I = AB. അപ്പൊ B എത്ര? A ഇൻവേഴ്സ്. ഇനി നേരത്തെ ചെയ്താൽ എന്ത് ചെയ്യാം?
ഇത് വെരിഫൈ ചെയ്ത് നോക്കാം. എങ്ങനെ വെരിഫൈ ചെയ്ത് നോക്കാം? എന്റെ എ ഇൻവേഴ്സ് കണ്ടു നോക്കാം. അത് ഐ എന്ന് കിട്ടുന്നത് നമ്മുടെ വെരിഫൈ ചെയ്യണം. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റൻ, ഒരു ക്വസ്റ്റൻ നമുക്ക് നോക്കാം. കോൾ ഓപ്പറേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ റോ ഓപ്പറേഷനിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. എന്നാലും കോളും രണ്ടെണ്ണം ചെയ്യണം. കോളം ചോദിച്ചില്ലെങ്കിൽ പണിയൊന്നുമില്ല. ഫൈൻഡ് ഇൻവേഴ്സ് ഓഫ് മെട്രിക്സ് 2, 3, 5, 7 യൂസിങ് എലിമെന്ററി കോൾ ഓപ്പറേഷൻ. അപ്പം എ ഈക്വൽ ടു എ ആയി സ്റ്റാർട്ട് ചെയ്തു. മനസ്സിലായില്ല? മെട്രിക്സ് 2, 3, 5, 7 ഈക്വൽ ടു എ ഇൻറ്റു മെട്രിക്സ് 1, 0, 0, 1. എന്ത് ചെയ്യാം? ഇനി എനെ ഐ ആക്കി മാറ്റണം. ആ ചെയ്യുന്നതിലൂടെ സെക്കൻഡ് മെട്രിക്സ് ഐയിലാണ് ചെയ്യേണ്ടത്. അപ്പൊ എയുടെ ഐ ആക്കി മാറ്റണം. എങ്ങനെ നോക്കിയേ? ഇത് എങ്ങനെ ചെയ്യേണ്ടതാ? ഇത് ആദ്യം 1, ഇത് 0, ഇത് 1, ഇത് 0. അങ്ങനെ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ എത്ര നോക്കിയേ? ഇത് 2, ഇത് 3 ആണ്. ഇങ്ങനെയില്ലേ? ഈ 2 ഒന്നാക്കി മാറ്റണം. നമുക്കറിയാം എത്ര 2 ഒന്നാക്കി മാറ്റണം. കുറേ രീതി ചെയ്യാം. വേണമെങ്കിൽ തന്നെ ഒറ്റയടിക്ക് വേണം C1 = 1/2 C1 എന്ന് ചെയ്യാം. പക്ഷെ എളുപ്പം നമ്മൾ ഫ്രാക്ഷൻ ഒഴിവാക്കാൻ വേണ്ടി നോക്കിയാൽ ഇത് 2, ഇത് 3 അല്ലേ? 3 - 2 അല്ലേ 1. അപ്പൊ എന്ത് ചെയ്തു? ഇത് -2, ഇത് +3 ചെയ്താൽ മതി. അപ്പൊ എന്ത് ചെയ്തു നോക്കിയേ? C1 = -C1 + C2. C1 = -C1 + C2 എന്ന് ചെയ്യുമ്പോൾ എത്ര? -2 + 3. -2 + 3 എത്ര? 1 അല്ലേ വരുന്നത്? അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റൂലെങ്കിൽ, അങ്ങനെ ചെയ്യാൻ പറ്റൂലെങ്കിൽ C1 = 1/2 C1 എന്ന് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഫ്രാക്ഷൻ വരുന്നതിലും എന്നിട്ട് അങ്ങ് ചെയ്താൽ ബാക്കി എന്ത് ചെയ്താൽ ഒരു ഉത്തരം കിട്ടൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോ, വേറെ ഉത്തരം വരില്ല. അപ്പൊ C1 = -C1 + C2 ചെയ്തു. അപ്പൊ എങ്ങനെ മാറി നോക്കിയത്? -2 + 3 അല്ലെ 1 ആയി. ഇതോ -5 + 7 എത്ര? 2 ആയി. C2 മാറുന്നില്ല, 3, 7. അങ്ങനെ ഇടോ -1 + 0 -1 ഇടോ -0 + 1 1. C2 മാറുന്നില്ല, 0, 1. ഇനിയോ? അപ്പൊ ഇത് 1 ആയി. ഇനി ഇത് 3. ഈ 3 0 ആകണമെങ്കിലോ ഇങ്ങോട്ടല്ലേ ചെയ്യുന്നത്? അപ്പൊ 3 - 3 അപ്പൊ എത്ര? C2 = C2 - 3C1. C2 = C2 - 3C1 എന്ന് പറയുമ്പോൾ C1 മാറ്റുന്നില്ല, 1, 2. C2 ഇതാ ഇത് ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടുണ്ടാ 3 - 1 × 3 0. ഇനി ഇത് 0 ആകണമെങ്കിൽ സോറി ഈ 7 ചെയ്യുമ്പോൾ 7 - 3 × 2 7 - 6 എത്ര? 1. ഇവിടെയോ 0 - 3 × 1 3 അല്ല ഇവിടെ ഇവിടെ ചെയ്യുമ്പോൾ 0 - 3 × -1 3. ഇവിടെയോ 1 - 1 × 3 1 - 3 -2. ഓക്കെ, ഇത് 1 ആയി, ഇത് 0 ആയി. ഓട്ടോമാറ്റിക്കലി ഇത് 1 ആയി. ഇനി 2 0 ആക്കിയേ കൊണ്ടു അല്ലെ? 2 0 ആക്കണമെങ്കിലോ ഇത് C1, ഇത് C2. അപ്പൊ C1 = എത്ര? C1 - 2C2. ലാസ്റ്റ് സ്റ്റെപ്പ് ഇതങ്ങനെ വന്നു. നേരത്തെ ഇതുവരെ ഇത് 0 ആക്കണമെങ്കിൽ C1 = C1 - 2C2. അങ്ങനെ ചെയ്യുമ്പോൾ എന്തായി? C1 = C1 - 2C2 ചെയ്യുമ്പോൾ ഇത് 1 - 0 × 2 1. ഇതോ 2 - 1 × 2 0. C2 മാറ്റൊന്നുമില്ല, 0, 1. ഇവിടെ അതുപോലെ ഇത് വരും. എവിടെ ചെയ്തത്? -1 - 2 × 3 -1 - 6 -7. ഇവിടെയോ 1 - 2 × -2 1 + 4 എത്ര? 5. അപ്പൊ എന്ത് കിട്ടി? I = AB. സോ B = എത്ര? A ഇൻവേഴ്സ് = മെട്രിക്സ് -7 3 -5 -2. അപ്പൊ A ന്റെ A ഇൻവേഴ്സ് എന്ത് തന്നെ വരും? I തന്നെ വരും. ആൻസർ നിങ്ങൾ ഒന്നുകൂടെ നോക്കാം. ഇതിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. റോ ഓപ്പറേഷൻ ആകുമ്പോൾ A = I എന്ന് സ്റ്റാർട്ട് ചെയ്യണം. കോൾ ഓപ്പറേഷൻ ആണെങ്കിൽ അല്ലെ A = A എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇൻവേഴ്സ് കാണുമോ? ഒന്നിക്ക് റോ ഓപ്പറേഷൻ മാത്രമേ ചെയ്തൂടെ. A = അല്ലെ I ആകുമ്പോൾ അതിന് റോ ഓപ്പറേഷൻ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. എളുപ്പം കോളം ചെയ്യാൻ ചിലപ്പോൾ എളുപ്പം തോന്നും, അപ്പൊ കോളം ചെയ്യാൻ പാടില്ല. അതുപോലെ കോൾ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അതിന് കോളം മാത്രമേ ചെയ്തോളൂ, റോ ചെയ്യാൻ പാടില്ല. അതിന്റെ കാരണം ഞാൻ പറഞ്ഞതല്ല, നമ്മൾ റോ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് മെട്രിക്സിലാണ് റൈറ്റ് സൈഡ് ചെയ്യുന്നത്, കോൾ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ സെക്കൻഡ് മെട്രിക്സിലാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക. ഇന്നത്തെ ക്ലാസ് കുറച്ച് വ്യത്യാസമുള്ളൊരു ക്ലാസ്സാണ്. ആൽജിബ്ര കൂടുതൽ വരുന്ന ക്ലാസ്സാണ്. സാധാരണ ക്ലാസ്സിന് കുറച്ച് ലെങ്തി ആയിട്ടുണ്ട്. പക്ഷെ നന്നായി ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഞാനൊരു 7 ക്വസ്റ്റ്യൻ ഇന്നത്തെ ക്ലാസ് തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അത് ഏകദേശം കിട്ടും. അസൈൻമെന്റ് ചെയ്ത് നോക്കുക. ഉത്തരം ലാസ്റ്റ് എന്ത് ചെയ്യുക? A ഇൻവേഴ്സ് I എന്ന് കിട്ടുന്നുണ്ടോ എല്ലാവരും വെരിഫൈ ചെയ്യുക. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, എല്ലാവരും ക്ലാസ് കൃത്യമായിട്ട് കാണുക.